ഞാൻ സ്ത്രീയുടെ അടുത്ത സെഗ്മെന്റിൽ നമ്മൾ കടക്കുകയാണ്. അടുത്ത സെഗ്മെന്റാണ് ഹൃദയരാഗം. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടാവും. ഈ പാട്ട് നമ്മുടെ മനസ്സിൽ കുറേ കാലമായിട്ട് കിടക്കും. നമുക്ക് പാടാനെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷേ ആ പാട്ട് നമ്മൾ ഒരുപാട് സ്വാധീനിക്കും. അത് എഴുതിയ വരികളോ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക്കോ അല്ലെങ്കിൽ പാടിയ ശബ്ദമോ അങ്ങനെ പലതും നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിന് ഇഷ്ടമുള്ളൊരു പാട്ട് അതെങ്ങനെ അവർ സ്വാധീനിച്ചു, എന്തായിരുന്നു അത് സ്വാധീനിക്കാനുള്ള കാരണങ്ങൾ, ഇതൊക്കെയാണ് ഈ ഹൃദയരാഗം എന്ന സെഗ്മെൻറ്റിൽ നമ്മൾ കാണുന്നത്. ഇന്ന് ഹൃദയരാഗം എന്ന സെഗ്മെൻറ്റിൽ നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ലീനയാണ്. ലീനയോട് ചോദിക്കാം, ലീന, ഇന്നത്തെ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തത്? താങ്കൾ ഇത്രയും ഇൻവോൾവ് ചെയ്ത് അത്രയും ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പാട്ട് ഏതായിരുന്നു? എനിക്കിഷ്ടപ്പെട്ട പല പാട്ടുകളുണ്ട്. അതിൽ എന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ ONV സാറിൻ്റെ അന്നും ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഗാനമുണ്ട്. അതിൻ്റെ ആദ്യത്തെ വേർഡ് ദേവരാജൻ സാറ് സംഗീതം നൽകി ചിട്ടപ്പെടുത്താൻ ഒരാഴ്ച എടുത്തെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു പാട്ട് കാലത്തെ അതിജീവിക്കും എന്നുള്ളതിന് ഉറപ്പ് തന്നെയാണ്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവരാരും പാട്ട് എന്നോട് പറയില്ല, കാരണം ഇത് ഭയങ്കര സസ്പെൻസ് ആയിട്ട് വയ്ക്കും. എന്തായാലും പാട്ട് പാടാൻ വരുന്നത് പ്രസിദ്ധ ഗായകൻ വിധു പ്രതാപ്. അപ്പം നമ്മൾ സെഗ്മെന്റിലേക്ക് കടക്കാം. ഹൃദയരാഗം. സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ
മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ ഗീതികളെന്നിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി വിധു ഗംഭീരമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ തമ്മിൽ വളരെ 15 കൊല്ലത്തെ പരിചയമുണ്ട്, പക്ഷെ 5 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. താങ്ക് യു വിധു. ലീന, ഇഷ്ടമുള്ള പാട്ട് കേട്ടിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? വളരെ നല്ല പാട്ടാണ്. വിധു ഗംഭീരമായി പാടി, വളരെ നല്ലപോലെ പാടി, നല്ലപോലെ ആസ്വദിക്കാൻ പറ്റി. ഈ പാട്ട് സെലക്ട് ചെയ്ത കാര്യം താങ്കൾ പറഞ്ഞു, പക്ഷെ പാട്ട് എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ ജഡ്ജസിലേക്ക് പോവാണ്. ടീന, ഇത്രയും നല്ലൊരു പാട്ട് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ടീനയ്ക്ക് കവിതയോടും സംഗീതത്തോടുള്ള ഇഷ്ടം മനസ്സിലായി. എന്താണ് ഈ പാട്ട് ഇത്രയേറെ സ്വാധീനിക്കാനുള്ള കാരണം? അതിലെ ഓരോ വരികളുടെ മനോഹാരിത, വളരെ ഓരോ ഈ മഴത്തുള്ളി ഇലയിൽ നിന്ന് വീഴുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സംഗീതം, അങ്ങനെ അതിലെ ഓരോ വരി നോക്കിയാലും അതിനൊരു പുതുമയുണ്ട്. ലളിതമായ ഭാഷയാണ്, അത് പ്രകൃതിയോടെ അത് ചേർന്ന് കിടക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. ലീന, ഈ പാട്ടിനോട് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കുന്ന കാര്യം, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ പാട്ടിലൂടെയാണ്. ചോദിക്കട്ടെ, ഇത് ശ്രീ കുര്യനെ പാടി കേൾപ്പിക്കാറുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് പാടാറുണ്ടോ, അല്ലെങ്കിൽ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചത് കേട്ടിട്ടുണ്ടോ? ഒന്നിച്ച് കേട്ടിട്ടുണ്ട്. രാത്രി കേൾക്കണം. വളരെ രാത്രിയുടെ യാമത്തിൽ ഈ പാട്ട് ഇങ്ങനെ ഏകാന്തമായി കേൾക്കുമുണ്ടാവുന്ന ഒരു സുഖമുണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടോ. ഈ പാട്ട് അങ്ങനെയാണ്. ചില പാട്ടുകൾ മലയാളികൾ അറിയാത്ത റൊമാൻറ്റിക് ആയി പോകും. റൊമാൻസിന് പ്രായമില്ലല്ലോ രേഖ. സോ വണ്ടർഫുൾ. ഈ പാട്ട് തിരഞ്ഞെടുത്തതിൽ വളരെ ഇതുണ്ട്, അതിൻ്റെ വരികളൊക്കെ. അപ്പോൾ ആ പാട്ട് ഒന്ന് പാടാനറിയില്ലെങ്കിലും അത് കാണാതെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. വണ്ടർഫുൾ. MGR സർ, മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രണയ വിരഹ ഗൃഹാതുര ഗാനങ്ങളിൽ ഒരു 5 എടുത്താൽ തീർച്ചയായിട്ടും ഈ പാട്ടുണ്ടാവും. അത് തലമുറകൾ കടന്ന് ഈ പാട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ തലമുറ കഴിഞ്ഞിട്ടും പുതിയ തലമുറയെ പോലും ആകർഷിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കാലമാണല്ലോ എല്ലാ കലാരൂപത്തിൻ്റെയും അവസാനത്തെ വിധി കർത്താവ്. കാരണം നമ്മളൊരു കാലം കഴിഞ്ഞും ഒരു തലമുറ കഴിഞ്ഞിട്ടും ഒരു പാട്ടോ സിനിമയോ അല്ലെങ്കിൽ ഒരു കൃതിയോ അത് ആസ്വദിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ആ കൃതിയുടെ ഒരു ചിരന്തന മൂല്യം എന്നൊക്കെ പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ പാട്ടിൻ്റെ സൗന്ദര്യം അത്ര നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യമാണ്. അത് വിധുവിൻ്റെ മധു പോലെയുള്ള ശബ്ദം കൂടെ ആയപ്പോഴേക്കും പിന്നെ എല്ലാം പൂർണ്ണമായി. യേശുദാസിൻ്റെ പാട്ടാണ്, അതുകൊണ്ട് അതിലൊട്ടും ഒരല്പം പോലും കുറഞ്ഞു തോന്നിയിട്ടില്ല വിധുവിനെ കേൾക്കുമ്പോൾ. ഇപ്പോൾ ഈ പാട്ട് അല്പം സങ്കടം അല്ലെങ്കിൽ എവിടേക്കോ ഒരു നോവ് എവിടെയൊക്കെ ഉണർത്തുന്നില്ലേ? അപ്പോൾ ആ നോവ് എങ്ങനെയാണ് നമുക്കതൊരു സൗന്ദര്യാനുഭൂതിയായിട്ടും സുഖാനുഭൂതിയായിട്ടും തോന്നുന്നത്? ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ വല്ലതും? അത് ഒരു വിരഹത തോന്നുമ്പോൾ നമുക്ക് തന്നെത്താൻ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു പാട്ടായിട്ടാണ്. അതിൻ്റെ വരികൾ കേൾക്കുമ്പോൾ അതിലേക്ക് പ്രകൃതിയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ആ വിരഹത നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിധുവിന് നമ്മൾ 100-ൽ 100 മാർക്കും കൊടുക്കും അല്ലേ? അപ്പോൾ ഇനി ലീനയ്ക്കുള്ള മാർക്ക്. 7 മാർക്കാണ് ഇപ്പോൾ.